Okay, good morning all of you. All of you mark your attendance. നമുക്ക് ഇന്നേതാ 32 പേജ് നമ്പർ 32. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് പറയാനുണ്ട്, അത് പറയാം. ആദ്യ അർത്ഥം പ്രമുഖം, പ്രധാനം, പുണർന്നുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട്. ഇതിന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിയോ മക്കളെ? അർത്ഥം നോട്ടിലേക്ക് പകർത്തി എഴുതിയോ? ഓക്കെ. അഭേദ്യം, വേർപെടുത്താൻ പറ്റാത്തത്. നെക്സ്റ്റ് പക്ഷം, ഭാഗം, അല്ലെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ, മാസത്തിന്റെ പകുതിയായ 15 ദിവസം അല്ലെ, ആ മാസത്തിന്റെ പകുതി. അധീനതയിൽ, കീഴിൽ, വ്യാഴവട്ടം, 12 വർഷം. 12 വർഷം കൂടുന്നതിനാണ് നമ്മൾ പറയുന്നത് വ്യാഴവട്ടം. ഇപ്പൊ 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞ നമ്മള്? മാഘമാസം, മകരമാസം. പുരാതനം, പ്രാചീനം, പണ്ടുള്ളത് എന്നർത്ഥം. രോമാഞ്ചജനകം, രോമാഞ്ചത്തെ ജനിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത്. സാഹസിക കഥകൾ, വീരകഥകൾ. ആരംഭം കുറിക്കുക, തുടങ്ങുക. പാർപ്പിടം, വീട്. വർഷാഗമം, മഴക്കാലത്തിന്റെ വരവ്. ഹർഷപുളകിത, സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ടവർ. മൂർധന്യം, ഏറ്റവും ഉയർന്ന അവസ്ഥ. ക്ഷിപ്രകോപിനി, പെട്ടെന്ന് കോപിക്കണം. ക്ഷിപ്രം എന്ന് പറഞ്ഞ അർത്ഥം പെട്ടെന്ന് എന്നാണ് അർത്ഥം. ആർദ്രമാക്കുക, അലിയിക്കുക. പുണ്യശ്ലോക, സൽകീർത്തി ഉള്ളവർ. അത്രയും മീനിങ് ഉണ്ട്. അത് നോട്ടിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ പകർത്തി എഴുതണം. നെക്സ്റ്റ് വരുന്നത് തൊട്ട് മുന്നത്തെ വരെയുള്ള ആൻസർ എല്ലാവരും എഴുതിയാണല്ലോ, നോട്ട് കംപ്ലീറ്റ് ആണല്ലോ എല്ലാവരും. അപ്പൊ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, അന്നന്ന് എഴുതുന്നത്, അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും അന്നന്ന് തന്നെ പകർത്തി എഴുതണം. കാരണം ഇനി റെഗുലർ ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി എഴുതിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് വിപരീത പദങ്ങൾ പഠിക്കാം. ഉത്ഭവിക്കുക. എന്താണ് വിപരീതം? പതിക്കുക. വിസ്തൃതം, എന്നർത്ഥാണ്. അപ്പൊ സങ്കുചിതം അല്ലെ. നെക്സ്റ്റ് അഭേദ്യം. അഭേദ്യം, നെക്സ്റ്റ് എന്താ? പുരാതനം, നവീനം. നവീനം. പുരാതനം എന്ന് പറഞ്ഞത് പ്രാചീനം, പഴയതാണ് അർത്ഥം. നെക്സ്റ്റ് നവീനം. പുരാതനം, നവീനം. ആധുനികാണെങ്കിലോ? ആധുനികം എന്ന് പറഞ്ഞാലും പുതിയത് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ അതിന്റെ എന്താ? പ്രാചീനം. മനസ്സിലായോ അതിന്റെ വ്യത്യസ്ത? ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പുരാതനം എഴുതി അങ്ങനെ എഴുതിയാൽ നമുക്കതിന് മാച്ച് ചെയ്യില്ല കേട്ടോ. ആധുനികം പ്രാചീനം, പുരാതനം നവീനം. ഓക്കെ. നെക്സ്റ്റ് പര്യായ പദങ്ങള്. നദി, അരുവി, പുഴ, ആറ്, എന്ത് കുറെ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് രക്തം, നിണം, ശോണിതം, ചോര അല്ലെ. പോരാട്ടം, യുദ്ധം, സമരം, രണം. ഓക്കെ. അടുത്തത് ചേർത്ത് എഴുതുക. ഭാരത അധികം പുഴ, ഭാരതപ്പുഴ. ഉയർന്നത് അധികം ആണ്, ഉയർന്നതാണ്. എഴുതിയോ? ടെക്സ്റ്റിൽ എഴുതിക്കോ. ഉയർന്നത് പ്ലസ് ആണ്, ഉയർന്നതാണ്. ഇവ പ്ലസ് എല്ലാം, ഇവയെല്ലാം. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയോ നമ്മളത്? എഴുതിയായിരുന്നു മിസ്. ഇനി തിരിച്ചെഴുതണം. ഇവയെല്ലാം. നെക്സ്റ്റ് നടത്തി പ്ലസ് ഇരുന്നു, നടത്തിയിരുന്നു. യാക്ക് വള്ളിയിടണം, ഈ ചിഹ്നം. നടത്തിയിരുന്നു. അടുത്തത് ഏറ്റുമുട്ടി അധികം ഉള്ള, ഏറ്റുമുട്ടിയുള്ള. അത്രയാണ് ചേർത്ത് എഴുതുക വരുന്നത്. നെക്സ്റ്റ് പിരിച്ചെഴുതുക. എഴുതിയോ നമ്മളത്? പിരിച്ചെഴുതുക. ഒന്നാമത്തത് മണൽ പ്ലസ് പുറത്ത്, മണൽപ്പുറത്ത് അല്ലെ. അത് അവിടെ തന്നിട്ടുണ്ട്. അപ്പ സാധാരണ ഇരട്ടിക്കാതെ ഇപ്പറ എഴുതണം അല്ലെ. അടുത്തത് ചാവേർപട. എങ്ങനെ എഴുതും? ചാവേർ പ്ലസ് പട. ഇപ്പ വേണ്ട കേട്ടോ. ചാവേർ പ്ലസ് പട എഴുതിക്കോ. ചാവേർ അധികം പട. ചാവേർ പട എന്നുള്ളത് ചാവേർ അധികം പട. നെക്സ്റ്റ് തട്ടിയെടുത്തു. എങ്ങനെ എഴുതണം? തട്ടിയെടുത്തു.
ഓക്കെ, തട്ടിയെടുത്തു. നെക്സ്റ്റ് അടുത്തത് നിളയുടേതാണ്. എങ്ങനെ വരും? നിളയുടേത് പ്ലസ് ആണ്. അവിടെ അങ്ങനെ എഴുതാം. നിള പ്ലസ് ഉടേ പ്ലസ് ആണ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നിളയുടെ പ്ലസ് ആണ്. പിരിച്ചെഴുതുമ്പോ അങ്ങനെ എഴുതാം. നിള പ്ലസ് ഉടേ പ്ലസ് ആണ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നിളയുടെ പ്ലസ് ആണ് എന്ന് എഴുതാം. ഓക്കെ, എഴുതിക്കോ. നിളയുടെ പ്ലസ് ആണ്. ആണ്. അടുത്തത് ഇവയൊക്കെ. ഇവയൊക്കെ ഇവ പ്ലസ് ഓ. അടുത്തത് അവശയായിരിക്കും. എങ്ങനെ എഴുതണം? അവശർ പ്ലസ് ആയിരിക്കും. യാ എഴുതല്ലേ, ആയിരിക്കും. ആ എഴുതണം. അവശ ആയിരിക്കും. ഇത്രയാണ് പിരിച്ചെഴുതാനുള്ളത് അല്ലേ? നെക്സ്റ്റ് വരുന്ന എന്താ? അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കാം. അഭേദ്യം. അഭേദ്യം അർത്ഥം നിങ്ങൾക്കറിയാലോ. അഭേദ്യം തെങ്ങുകളുമായി വേർപെടുത്താൻ പറ്റാത്തത്. എന്താ എഴുതുവാ? അതിലുണ്ടല്ലേ, തെങ്ങുകളുമായി കേരളീയർക്കുള്ള ബന്ധം അഭേദ്യമാണ് അല്ലെ, വേർപെടുത്താൻ പറ്റാത്തതാണ് എന്നർത്ഥം. നെക്സ്റ്റ് വ്യാഴവട്ടം. എങ്ങനെ എഴുതണ്ടേ? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്ത്? വ്യാഴവട്ടം 12 വർഷം. വ്യാഴവട്ടം എന്താ? വ്യാഴവട്ടക്കാലം കഴിഞ്ഞാലും കാക്ക മലർന്ന് പറക്കത്തില്ല. കാക്ക മലർന്ന് പറക്കുവോ? ജസ്റ്റസ് ചിലപ്പോ മലർന്ന് പറക്കും. അല്ലെന്നേ, ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞാലും കാക്ക മലർന്ന് പറക്കില്ല. ഓക്കെ, അങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ എഴുതണ്ടേ? നമ്മൾ പഠിച്ച മാമാങ്ക മഹോത്സവം ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് നടക്കുന്നത് അല്ലേ? എന്ത്? കുംഭമേള ഒരു വാഴവട്ടം കഴിഞ്ഞ കുംഭമേളയും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. നെക്സ്റ്റ് എന്താ? രക്തച്ചൊരിച്ചിൽ. എന്താ എഴുതുക? രക്തച്ചൊരിച്ചില് യുദ്ധത്തില് വീരന്മാരുടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാറുണ്ട് അല്ലെ? ഇല്ലേ? യുദ്ധത്തില് രക്തച്ചൊരിയില്ലേ? നെക്സ്റ്റ് പുരാതന കാലം. പുരാതന കാലം എങ്ങനെ എഴുതും? പുരാതന കാലം ടെക്നോളജികൾ ഇല്ലാത്തതായിരുന്നു. ഓക്കെ, പുരാതന കാലം. ടെക്നോളജി മല ഇംഗ്ലീഷ് വേർഡ് ആണ് കേട്ടോ. യന്ത്ര സംവിധാനം ഇംഗ്ലീഷ് വേർഡ് എഴുതരുതേ. നെക്സ്റ്റ് എങ്ങനെ എഴുതും? വിളഞ്ഞു നിന്ന. നെൽപ്പാടം മൊത്തം പ്രാണി കടിച്ച് തിന്നു. അങ്ങനെയല്ല, നെൽപ്പാടം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണെന്ന് എഴുതാം. നെക്സ്റ്റ് വീര പോരാട്ടങ്ങള്. മഹാന്മാരുടെ വീര പോരാട്ടങ്ങളുടെ കഥകൾ കേൾക്കുന്നത് സുഖമുള്ള കാര്യമാണല്ലേ? എഴുതാം. അടുത്തത് ആരംഭം കുറിക്കുക. യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നു. ഓക്കെ, യുദ്ധത്തിന് വേണമെങ്കിൽ ആരംഭം കുറിക്കാറുണ്ട്. പിന്നെയോ? ഉത്സവം. 2.5 വർഷത്തിന് ശേഷം സ്കൂൾ തുറക്കാൻ ആരംഭം കുറിക്കുന്നുണ്ട് അല്ലേ? 2.5 വർഷമായോ അവിടെ വന്നിട്ട്? ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം. വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയാം അല്ലെ? ഓക്കെ, അങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. അതായത് ആ അർത്ഥം വരുന്ന ഒരു വാക്യം നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ. നോട്ട് സ്വന്തം എഴുതുന്നതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങളുടെ നോട്ട് ബുക്കിലുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കറക്റ്റ് അല്ല. എന്താണ് നമ്മുടെ ആ ഒരു പോയൂല്ലേ പൂക്കാരിയുടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതില് പല ആളും പല ഉത്തരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്നും കറക്റ്റ് അല്ല. ഞാൻ ഇവിടെ കാര്യമായിട്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ എഴുതിയ ആൻസർ ഒക്കെ മിസ്റ്റേക്ക് ആണ്. ആരാമത്തിന്റെ രോമാഞ്ചമായി കവി സങ്കല്പിക്കുന്നത് എന്തിനെയാണ്? ഞാൻ പലതവണ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ അതിൽ ആരാമത്തിൽ വിരിഞ്ഞേൽക്കുന്ന പൂക്കളെയാണ് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി കവി വർണ്ണിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ രോമാഞ്ചത്തിന്റെ കാര്യം
നിങ്ങളുടെ മനസ്സിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ രോമാഞ്ചത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആരാമത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയാണ് പറയുന്നത് അല്ലെ, ആരാമത്തിന്റെ രോമാഞ്ചമായി കവി വർണ്ണിക്കുന്നത്. അപ്പൊ അതൊന്നല്ല എഴുതിയിട്ടുള്ള ആൻസർ. തെറ്റ് പറ്റിയവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇന്ന ആൾക്കാണ് ഞാൻ എഴുതിയ ആൻസർ തെറ്റാണെന്ന്. എനിക്ക് അയച്ചുന്ന പലരും മിസ്റ്റേക്കിലാണ് ആൻസർ എഴുതുന്നുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ആൻസർ നിങ്ങൾക്ക് എഴുതി തരേണ്ടി തന്നെ വരുന്നു അല്ലേ. സ്റ്റാൻഡേർഡിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിസ് ഇവിടെ പറയുന്ന ആൻസറും മാർക്ക് ചെയ്യുന്ന ആൻസറും അവിടെ എഴുതുന്ന ആൻസറും വളരെ മിസ്റ്റേക്ക് ആണ്. കാരണം നിങ്ങൾ അന്നല്ല എഴുതുന്നതാണ് അതിന്റെ തെളിവ് അല്ലെ. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു, മാർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, പിന്നീട് ആ ക്ലാസ് കാണുന്നില്ല അല്ലെ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അതിന് മനസ്സിലായത്. ഇത്രയും സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തെറ്റായിട്ടാണ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. 5 ആൻസർ ഏതാ ഓരോരോ പാഠത്തിന്റെ ചോദിച്ച സമയത്ത് ചില മക്കളോട് ആ ആൻസർ അല്ല ഞാൻ ചോദിച്ചത്, ചിലവരോടാണ് ഈ പൂന്തോട്ട ആ ഒരു ഭാഗം ചോദിച്ചത്. അവർ തന്ന ആൻസർ മുഴുവൻ എനിക്ക് കിട്ടിയ ആൻസർ ഒരുപാട് ആൾ എഴുതിയ മിസ്റ്റേക്കാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല ആൻസർ ഉള്ളത്. എന്താണ് ശ്രീ വിഷ്ണു പറഞ്ഞോ മോനെ? മിസ്സേ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എനിക്ക് വന്നില്ല. ഞാൻ അന്നത്തെ ക്ലാസ് കൂടിയില്ല. മിസ്സല്ല പറഞ്ഞേ മറ്റേ വരാത്തവരോട് മെസ്സേജ് അല്ലേ? ശ്രീ വിഷ്ണുടെ ഞാൻ ചോദിച്ചില്ല. ഇല്ല ചോദിച്ചില്ല. മിസ് പറഞ്ഞായിരുന്നു ചോദിച്ചത്. അപ്പൊ ശ്രീ വിഷ്ണുടെ ഒന്ന് അയച്ചില്ല കേട്ടോ. ബാക്കി എല്ലാരും ആയില്ലേ? ചോദിച്ചില്ലേ? ഇല്ല 2-3 പേരോടും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ക്ലാസ് കാണാത്ത കുട്ടികളെ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. മിസ് ഞാൻ കണ്ടു എനിക്ക് അയച്ചു തന്നോ മിസ്സിനെ? അതല്ല മിസ് തന്നെ പറഞ്ഞില്ലേ എല്ലാവരോടും അല്ലേ ക്ലാസ്സില്? എല്ലാവരോടും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാതിരുന്നത്. എന്നാലും ചോദിക്കണ്ടേ എന്റെ സി എന്റെ മിസ്സെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേന്ന്? ഞാൻ എനിക്ക് കിട്ടിയ സി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഒരാളോട് രാവിലെ ഞാൻ ചോദിച്ച 5 മിനിറ്റിനുള്ളിൽ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആൻസർ എനിക്ക് കിട്ടിയത് 4:15 അപ്പൊ അത്രയും മാർക്ക് കുറക്കാലോ അവിടുന്ന്. ഒരാൾക്ക് ഭയങ്കര നെറ്റ് പ്രോബ്ലം ആയിരുന്നു, ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങ് പോയി മിസ്സേ. പിന്നെ എനിക്ക് ഇത് ഓർമ്മയില്ലാന്ന്. അപ്പൊ മാർക്കും അത്രയും കുറയും. അങ്ങനെയാണല്ലോ നിയമം. ലോ എല്ലായിടത്തും ഒരാള് നെറ്റ് എന്താണ് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മിസ് എന്റെ ഒരു കരയുന്ന ചിഹ്നം. ഓക്കെ, കഴിഞ്ഞു. അത്രയ്ക്ക് ഉണ്ട് നിങ്ങൾക്ക് സീരിയസ് നിങ്ങളുടെ മാർക്കിൽ. കുട്ടികൾ ആ സമയത്ത് തന്നെ അയച്ചു കേട്ടോ, അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എത്ര ഉണ്ട് എന്നല്ല, നോട്ട് ചോദിച്ച സംഭവം തന്നെ ഉള്ളത്. ചില ആൻസർ ഒക്കെ തെറ്റാണ്, എന്നാലും ഓക്കെ. പക്ഷെ ആൻസർ ഞാൻ ഇനി എഴുതേണ്ടി വരും അല്ലെ. പല കുട്ടികളും ആൻസർ തെറ്റായ രീതിയിലാണ് എഴുതി വെക്കുന്നത്. ഡൗട്ട് ഉള്ള സമയത്ത് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് 7ാമത്തെ പാഠത്തിന്റെ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്നൊക്കെ പറഞ്ഞത് ക്ലിയർ ഉണ്ടായിട്ടില്ല. ഏത് പാഠത്തിൽ? 7ാമത്തെ 7ാമത്തെ പാഠം. 7ാമത്തെ പാഠം ഞാൻ പറയൂ എടുക്കുന്ന പാഠല്ലേ അത്? ഞാൻ പറയും ആൻസർ ബാക്കിയുള്ളത്. ഓക്കെ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താന്നുള്ള നിങ്ങൾ പറയുന്ന ആൻസർ. ഇപ്പോ ഞാൻ പഠിപ്പിച്ചതിന്റെ ബേസിൽ നിങ്ങൾ ആൻസർ പറയും. നിലാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്, പതിക്കുന്നത് എവിടെയാണ്? ബൈഹാട്ടായില്ല ഇപ്പോ? ആനമലയിൽ നിന്നും എന്താ പായലിന്റെ ആൻസർ? പായൽ നീലാനദി ഉത്ഭവിക്കുന്നത് എവിടെ, പതിക്കുന്നത് എവിടെ നിന്ന്? ടെക്സ്റ്റ് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കും മക്കളെ. ഞാൻ പറയട്ടെ, ആമനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിന്നുമാണ് നീലാനദി ഉത്ഭവിക്കുന്നത്. അത് 209 കിലോമീറ്റർ അറബിക്കടലിലാണ് പതിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. ആനമലയിൽ നിന്നും 209 കിലോമീറ്റർ ഒഴുകി
എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. ഏതെല്ലാം ജില്ലകളിലൂടെയാണ് നിള ഒഴുകുന്നത്? ഏതെല്ലാം ജില്ലകളിലൂടെയാണ്? എങ്ങനെ ആൻസർ എഴുതും? പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് നിളാ നദി ഒഴുകുന്നത്. ഇതാണ് ആൻസർ അല്ലെ. അതിൽ തഴുകിക്കൊണ്ടൊന്നും എഴുതണ്ട, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് നിളാ നദി ഒഴുകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നിലയിലുള്ള അണക്കെട്ടുകളും ജലസംഭരണികളും ഏതെല്ലാം? ഏതെല്ലാമാണ് നിലയുടെ? തുടങ്ങിയ ജലസംഭരണികളും. എന്താ ക്വസ്റ്റ്യൻ? നിലയിലുള്ള അണക്കെട്ടുകളും ജലസംഭരണികളും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? ആരാണ്? മലബാർ മേൽക്കോയ്മക്കാരായിരുന്ന അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരായിരുന്നു ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത്. അതാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സാമൂതിരി ആരിൽ നിന്ന് എങ്ങനെ മാമാങ്കം നടത്താനുള്ള അവകാശം തട്ടിയെടുത്തു? പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെയാണ് അല്ലെ. ആരിൽ നിന്ന്? മലബാറിലെ മേൽക്കോയ്മക്കാരും പെരുമാക്കന്മാരുടെ അധീനതയിൽ നിന്നും തട്ടിയെടുത്തു അല്ലെ. ആരുടെ പോർച്ചുഗീസുകാരുടെ പിൻബലത്തോടെ. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടിട്ട് തരണോ? ഇടുന്നുണ്ടാ? ഓക്കെ, ഇപ്പൊ 2 പ്രാവശ്യമായി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബൈകാട്ടാവാനായി. ശ്രദ്ധിക്കുന്ന കുട്ടികൾ അല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആർക്കറിയാം? നമ്പൂതിരിമാർ നിലയുടെ തീരത്ത് സമ്മേളിച്ചത് എന്തിനാണ്? എന്തിനാണ്? കേരള കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം. അത് 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ല. നിലയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം ഏത്? ശരിക്കും പറഞ്ഞ ആർക്കെങ്കിലും അറിയോ അതിന്റെ ആൻസർ? നമ്പൂതിരിമാർ നിലയുടെ തീരത്ത് സമ്മേളിച്ചത് എന്തിനാണ്? അത് പ്രത്യേകിച്ച് ഈ ഒരു പാഠത്തിൽ പറയുന്നില്ല. എന്തിനായിരിക്കും? കേരളീയ കലകൾ അഭ്യസിക്കാനും അത് കാണാനും ഒക്കെയാണ് നിലയുടെ തീരത്ത് നമ്പൂതിരിമാർ സമ്മേളിച്ചതാണ് ഉത്തരം എഴുതാനുള്ളൂ. പ്രത്യേകിച്ച് അതിന്റെ ആൻസർ ഇവിടെ എടുത്തു പറയുന്നൊന്നുമില്ല. നമ്മൾ ഏകദേശം ഊഹിച്ച് എഴുതുന്നതാണ് ആൻസർ. ഓക്കെ, എന്തിനാ? കേരളീയ കലകള് അഭ്യസിക്കാനും കാണുവാനും വേണ്ടിയാണ് നമ്പൂതിരിമാറ്. അതുപോലെ മാമാങ്കം പോലുള്ള കലകളൊക്കെ ഉണ്ട്. പിന്നെന്താണ്? തൊട്ട് മുമ്പേ ഇവിടെ പറയുന്നുണ്ട് എന്ത്? കലാകാരന്മാരുടെ സമ്മേളനങ്ങള്, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ, ഇതൊക്കെ നിലയുടെ തീരത്ത് നടത്തിയിരുന്നു അല്ലെ. അത് കാണാനാണ് നിലയുടെ തീരത്ത് അവര് സമ്മേളിച്ചത്. നെക്സ്റ്റ് 7ാമത്തത്. നിലയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം ഏത്? അതാണ് എന്ത്? കേരളീയ കലാമണ്ഡലം. ഓക്കെ, കേരളീയ കലാമണ്ഡലമാണ് നിലയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം. ഇനി 8ാമത്തെ. നിലയുടെ തീരത്തുള്ള പുരാതന പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഏത്? ഏതൊക്കെയാണ്? തിരുനാവായി, തിരുമിറ്റക്കോട്, തിരുവില്ലാമല അല്ലെ. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി തീരത്തുള്ള പുരാതന പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ. ഇനി അടുത്ത 9ാമത്തത്. നിളാ നദീതീരം പാർപ്പിട കേന്ദ്രമാക്കിയ സാഹിത്യകാരന്മാർ ആരെല്ലാം? മക്കളെ ഞാൻ പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇവരാണ് നിളാ നദീതീരം പാർപ്പിട കേന്ദ്രമാക്കിയ സാഹിത്യകാരന്മാർ. 10ാമത്തെ. ചെറിയ കുറിപ്പുകൾ എഴുതാണ്. 1 മാമാങ്കം, 2 കലാമണ്ഡലം. രണ്ടിനും ഉണ്ട് ഇതിൽ പറയുന്നത്. വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മാമാങ്കം എങ്ങനെയാണ് 12 വർഷത്തിൽ ഒരിക്കലാണ് നടത്തിയിരുന്നത്. ആദ്യകാലത്ത് പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഇത് നടത്തിയിരുന്നത്. പിന്നീട് അത് പോർച്ചുഗീസുകാരുടെ കച്ചവടത്തിന് വന്ന പോർച്ചുഗീസുകാരുടെ മറ്റു പിന്തുണയോടെ അതാര് സാമൂതിരി കൈക്കലാക്കി അല്ലെ. ഇതൊക്കെ അതിൽ അധ്യക്ഷ പദത്തിന്റെ കാര്യം ഒക്കെ അതിൽ വിശദീകരിച്ച് മാമാങ്കത്തിനെ പറ്റി പറയുന്നുണ്ട് ആ ഒരു പാരഗ്രാഫിൽ. ഏത് പാരഗ്രാഫില്? പേജ് നമ്പർ 31 2ാമത്തെ പാരഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് കലാമണ്ഡലം ഏതാണ്? കേരള കലാമണ്ഡലം കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിലയുടെ തീരത്താണ്. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും സമഫലമായാണ് കേരളീയ കലാമണ്ഡലം
എന്തായത് ആരംഭിച്ചത് കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ള, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിൽ ലഭിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതുവരെ വേണമെങ്കിൽ എഴുതാം, അത്രേ വേണ്ടു. ഓക്കെ, അപ്പൊ ആ ഒരു പാഠം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് നന്നായി വായിക്കുകയും ചെയ്യുക. ആൻസർ നിങ്ങൾ സ്വന്തം എഴുതൂല, എഴുതുവോ? അപ്പൊ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറയുന്നത്? കേരളത്തിലെ പ്രസിദ്ധമായ മറ്റൊരു നദിയെ കുറിച്ച് വിവരിക്കുക. ഇവിടെ നമ്മൾ എന്തിനാ പഠിച്ചത്? നിള നദിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. നിളയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നദിയെ പറ്റിയിട്ട്, ഇഷ്ടംപോലെ നദികളുണ്ട്, ഏത് വേണമെങ്കിലും കണ്ടുപിടിച്ച്. ഓക്കെ, ഗംഗാ നദി, കാവേരി, യമുന നദി എല്ലാം ഉണ്ട് അല്ലെ, ഒരുപാട് നദികളുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ ലെസൺ ആണ് പഠിക്കേണ്ടത്. എന്താണ് പേര്? കാക്ക. ആരുടെ കവിതയാണ്? കാക്ക എന്ന് പറയുമ്പോ ഹലീമ കുറിച്ച് ഈ കാക്ക അല്ലേ? ഇപ്പൊ കാക്ക എന്നൊരു പദ്യഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആണ്. വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ ഒരുപാട് കവിതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലുള്ള ഏതെങ്കിലും വരികളുണ്ടോ വൈലോപ്പിള്ളിയുടെ? കൈക്കോട്ടും. ഓക്കെ, ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു സിനിമയിലൊക്കെ നമ്മളിങ്ങനെ പാട്ട് ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവിതയുണ്ട് വൈലോപ്പിള്ളിയുടെ, മാമ്പഴം എന്ന ഒരു കവിത. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്കണത്തൈമാവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഒന്ന് പാടി കേൾപ്പിച്ചിരുന്നു മിസ്സിനെ. മിസ്സിന് അത്ര പാടാനൊരു കഴിവില്ല, അതുകൊണ്ടാണ്. അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. കേട്ടിട്ടുണ്ടോ വരികള്? 4 മാസം മാമ്പഴം മാത്രമേ കേട്ടിട്ടില്ല. മാമ്പഴം കഴിച്ചിട്ടുണ്ട്. അതെന്താണ് ഈ ഒരു കഥ എന്ന് പറഞ്ഞ് മനസ്സിലായോ? വൈലോപ്പിള്ളിയുടെ കഥയിലെ നമ്മുടെ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് നോവൽസ് ഒക്കെ വായിക്കും. അതിലെന്താ പറയുന്ന അറിയോ? നെയ്പായസം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ ഇല്ല പറ്റാത്തൊരവസ്ഥയുണ്ട്. അതേപോലെയാണ് ഈ മാമ്പഴം എന്ന കവിത. എന്താണെന്നറിയോ? ഒരു മുറ്റത്തൊരു മാവും തൈ നടുന്നു. അപ്പൊ അത് വളർന്ന് അതില് പൂവും കായും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോ ചെറിയ മാമ്പഴം ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾ അത് പറിക്കുമ്പോ നമ്മൾ എന്ത് പറയും? അമ്മമാര് ചെറുതല്ലേ ആയുള്ളൂ പറയൂ അല്ലെ? എന്ത് സാധനം അങ്ങനെ പറയൂ ആ വലിയവര് അല്ലേ? എന്ത് പറയും? അത് കളയണ്ട, അത് വലുതായാലും നിങ്ങൾക്കല്ലേ കഴിക്കേണ്ടത്, അതുകൊണ്ട് കളയല്ലാന്ന് പറയും അല്ലേ? അപ്പോ അങ്ങനെ പറയുന്നതാണ് അമ്മ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വലിയ മാമ്പഴം, നല്ല മാമ്പഴമായി പഴുത്ത ആ മാമ്പഴം വീഴുന്നു. അപ്പോ അതെടുക്കാൻ ആ കുട്ടി ഉണ്ടായിരുന്നില്ല അല്ലേ? ആ കുട്ടി മരിച്ചു പോകുന്നു. അതാണ് കഥ. അതാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം. നിങ്ങൾ ഒരു 5-6 തവണ അത് കേട്ട് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കണ്ണിന്ന് വെള്ളമൊക്കെ പൊടി. നിങ്ങൾക്ക് വരില്ല, അമ്മമാർക്ക് ഉണ്ടാവും. കടലേ കളിക്കൂ. കളിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ 2 തല്ല് കൊടുക്കും എന്തായാലും. അപ്പൊ പിന്നീട് എന്തെങ്കിലും വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനകത്ത് 4 മാസം കഴിഞ്ഞിട്ടല്ലേ ആ മാമ്പഴം പഴുക്കുന്നേ? അതെ, സമയത്ത് മാമ്പഴം വീഴും. പഴുത്ത മാമ്പഴം വീഴുമ്പോ ആരും ഉണ്ടാവില്ല എടുക്കാൻ. അപ്പൊ അമ്മക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ട്? ഉണ്ണിയായ മാമ്പഴം ചെറുതായിരിക്കുന്ന സമയത്ത് തല്ലി തകർക്കുമ്പോഴാണ് അമ്മക്ക് ദേഷ്യം വരുന്നത്. അമ്മ ചീത്ത പറയുന്നതും തല്ലുന്നൊക്കെ. അപ്പൊ അതാണ് ആ ഒരു പാട്ടിലൂടെ വരുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ പ്രാവശ്യം അങ്കണത്തെ മാമ്പഴം അടിച്ചു നോക്കിയാൽ കിട്ടും. ജുവാൻ ഏതായാലും കേട്ടിട്ടുണ്ടാ വരികള് അല്ലേ ജുവാന? അല്ല മിസ് പറഞ്ഞല്ലേ മറ്റേ മാമ്പഴം മറ്റേ കൊടുക്കുന്നു. അപ്പൊ ഈ ഫേത്ത് പറഞ്ഞ ചൂരിലും കൊണ്ട് ഉമ്മ കൊടുക്കുന്നു. എങ്ങനെ? ക്ലിയർ ആയില്ല. അല്ല ഫേത്ത് ഇവിടുന്ന് ഒരു കോമഡി അടിച്ചതാണ്. ആര്? ഫെയ്ത്ത്? മാമ്പഴം മാമ്പഴം പിടിച്ചു കഴിഞ്ഞിട്ട് 4 മാസം എടുക്കൂലേ മിസ്സെ പഴുക്കാൻ? ഒറ്റയടിക്കങ്ങ് പഴുത്ത് വരലാണോ? നിങ്ങൾ വളരുന്നത് ഒറ്റ വേഗാണോ?
അതുണ്ടായി കുറച്ച് കാലം എടുക്കണ്ടേ പഴുക്കണമെങ്കില്. കുറച്ച് വിഷം കുത്തി ആദ്യം വെച്ചാ കണ്ണി മാങ്ങ ഉണ്ടാവുക, അത് കഴിഞ്ഞ് മാസങ്ങൾ എടുക്കും പഴുക്കാൻ കേട്ടോ. ഒന്ന് മാവുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൊ ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അതുപോലെ വൈലോപ്പിള്ളിയുടെ കാക്ക എന്ന കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. നല്ല ഒരുപാട് വരികൾ എഴുതിയ ആളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത്. ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പുകൾ സ്വന്തം കവിതയുടെ മുഖമുദ്രയാക്കിയ മഹാകവിയാണ് അല്ലെ. 1911 മെയ് 11 തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, വിത്തും കൈക്കോട്ടും, വിട, കടൽക്കാക്കകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. മിന്നാമിന്നി, പച്ചക്കുതിര എന്നീ 2 ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. മകരക്കൊയ്ത്തിന് വയലാർ അവാർഡ് ലഭിച്ചു. 1985 ഡിസംബർ 22 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ചിട്ട് അല്ലെ. നമുക്കിന്ന് പഠിക്കേണ്ടത് കാക്ക എന്ന പദ്യാണ്. അപ്പൊ ഈ കാക്കയിൽ എന്താ പറയുന്ന അറിയോ? അധ്വാനിക്കുന്ന കറുത്ത ജനവിഭാഗത്തിന്റെ പ്രതീകമായാണ് ഇവിടെ കാക്കയെ സൂചിപ്പിക്കുന്നത്. അധ്വാനിക്കുന്ന വർഗം എന്ന് പറഞ്ഞാൽ ആ പണിയെടുക്കുന്നവരല്ലേ, അതിന്റെ പ്രതീകമായിട്ടാണ് കാക്ക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ കാക്കേനെ പൊതുവെ പറയുമ്പോ എങ്ങനെയാ? ഊരിരുട്ടിന്റെ മകളാണ്, കറുത്തവളാണ്. എന്നാലോ നമ്മുടെ പരിസരമൊക്കെ ശുചീകരിക്കുന്ന ആരാ? കാക്കയാണ്. കാക്കേനെ നമുക്ക് വലിയ ഇതൊന്നും ഇല്ല, എന്നാലും നിങ്ങൾ നോക്കിക്കോ, ചീത്തകളൊക്കെ കൊത്തിവലിക്കുന്ന ആളാണ് ആര്? കാക്ക. കാക്കയാണ് പരിസരം വൃത്തിയാക്കുന്ന ആള്. അപ്പോ അവൾ കറുത്താണെങ്കിലും വൃത്തിയാക്കും എന്നർത്ഥം അല്ലേ. അതാണ്. ഒരു പ്രശ്നമുണ്ട്, കോഴിയുടെ മുട്ടയിൽ എടുത്തോണ്ട് പോകും. കോഴിമുട്ടയൊക്കെ കട്ടുകൊണ്ട് പോകുന്ന ആളുമാണ്. പരിസരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമാണ്. കോഴിമുട്ട ഇടുന്ന സമയത്ത് എടുത്തോണ്ട് വെക്കേണ്ട കടമ കുട്ടികൾക്കാണ് കേട്ടോ. അപ്പോ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടവനാണ് ആ വീട്ടിലുള്ള മക്കളല്ലേ. അപ്പൊ കാക്കക്ക് അതിൽ കുറ്റമില്ല. കാക്ക പരിസരം വൃത്തിയാക്കുന്ന ആളാണ്. അപ്പൊ അധ്വാനിക്കുന്ന കറുത്ത ജനവർഗത്തിന്റെ പ്രതീകമായാണ് ഇവിടെ വൈലോപ്പിള്ളി കാക്കയെ പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞേ? മാമ്പഴം എന്ന കവിത, ഒറ്റ കവിത കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധേയനായ കവിയാണ്. ഇവിടെ കാക്കയെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുമ്പോൾ. പൊന്നു പുലരിയുണർന്നെണീറ്റു ചെന്നു കിഴക്ക് തീ പൂട്ടിടുമ്പോൾ. കാളുന്ന വാനത്തു നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ. മുത്തൊക്കുമത്താഴ വറ്റുവാനിൽ മുറ്റത്തു ചിന്നിയടിഞ്ഞിടുമ്പോൾ. കേൾക്കാം പുളിമരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. ആരാണുറങ്ങുന്നതേൽക്കുകെന്നായി കാരണവത്തിനത്തന്നുക്തി പോലെ. പാടിക്കളിക്കട്ടെ നാലുകെട്ടിൽ മാടത്ത തത്ത കുയിൽ പിറാക്കൾ. ഉൾപ്രിയമെങ്കിലും ഗേഹലക്ഷ്മിക്കെപ്പോഴും കാക്കയോടെന്നു ന്യായം. ഉള്ളിയിലടുപ്പത്തു മൺകലത്തിൽ നല്ലരി വെള്ളിയായി തുള്ളിടുമ്പോൾ. മേലെ മധുര കിഴങ്ങുവള്ളി പോലെ പുക പടർന്നിടിറുമ്പോൾ. അങ്ങാശുകോലായിലമ്മ ചോറിൻ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ. ആഞ്ഞു തിമിർക്കുമൊരുണ്ണി മണ്ണിൽ ഞാഞ്ഞൂടുമായി പടവെട്ടിടുമ്പോൾ. ചോടുകൾ വച്ചു ചെരിച്ചു നോക്കി ചൂടെഴും പൂട ചൊറിഞ്ഞു വീഴ്ത്തി. നീട്ടി വിളംബരം ചെയ്തു കാക്ക നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം. ഇത്രയാണ് പറയുന്നത് അല്ലേ. നീട്ടി വിളംബരം ചെയ്തു കാക്ക
നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം എന്നാണ് പറയുന്നത് അല്ലേ? ഒന്നുകൂടി വായിക്കാം. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുമോൾ. പൊന്നു പുലരി ഉണർന്നെണീറ്റ് ചെന്നു കിഴക്ക് തീ പൂട്ടിടുമ്പോൾ, കാളുന്ന വാനത്ത് നാളികേരപ്പൂളൊന്നു വാടി കിടന്നിടുമ്പോൾ, മുത്തൊക്കും അത്താഴം വറ്റുവാനിൽ മുറ്റത്തു ചിന്നിയടിഞ്ഞിടുമ്പോൾ, കേൾക്കാം പുളിമരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. ആരാണുറങ്ങുന്നതേൽക്കുകെന്നായി കാരണവത്തിൻ തന്നുക്കി പോലെ, പാടിക്കളിക്കട്ടെ നാലുകെട്ടിൽ മാടത്ത തത്ത കുയിൽ പിറാക്കൾ. ഉൾപ്രിയമെങ്കിലും ഗേഹലക്ഷ്മിക്കെപ്പോഴും കാക്കയോടെന്നു ന്യായം. ഉള്ളിലടുപ്പത്തു മൺകലത്തിൽ നല്ലരി വെള്ളിയായി തുള്ളിടുമ്പോൾ, മേലെ മധുരക്കിഴങ്ങുവള്ളി പോലെ പുക പടർന്നേറിടുമ്പോൾ, അങ്ങാശുകോലായിലമ്മ ചോറിൻ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ, ആഞ്ഞു തിമിർക്കുമൊരുണ്ണി മണ്ണിൽ ഞാഞ്ഞൂളുമായി പടവെട്ടിടുമ്പോൾ, ചോടുകൾ വച്ചു ചെരിച്ചു നോക്കി ചൂടെഴും പൂടാ ചൊറിഞ്ഞു വീഴ്ത്തി, നീട്ടി വിളംബരം ചെയ്തു കാക്ക നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം എന്നാണ് പറയുന്നത് അല്ലെ? നമുക്കിപ്പോ ഇത് വിശദീകരിക്കാനുള്ള സമയമുണ്ടോ? 4 മിനിറ്റ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ എന്താ പറഞ്ഞത്? കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി എന്നാണ് പറഞ്ഞത് അല്ലെ? കൂരിരുട്ടിന്റെ കിടാത്തി, കൂരിരുട്ടിന്റെ മകള് ആര്? കാക്ക അല്ലെ? മകളാണെങ്കിലും എന്താണ് പറഞ്ഞേ? സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി. എന്താ അങ്ങനെ പറഞ്ഞേ? പ്രകാശം ഉദിക്കുന്ന സമയത്ത് തന്നെ ആര് ഉണരും? കാക്ക അല്ലെ? നമ്മൾ എഴുന്നേക്കാൻ കുറേ കൂടെ പൊല്ലും അല്ലെ? കാക്കയും കിളികളും ഒക്കെ എങ്ങനെയാ? അതിരാവിലെ എഴുന്നേക്കും. അവരായിരിക്കും കൂവി വിളിക്കുന്ന നമ്മളെ അല്ലെ? എഴുന്നേക്കാൻ വേണ്ടി. അതാണ് പറഞ്ഞ കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ, കൂരിരുട്ടിന്റെ കിടാത്തി കൂരിരുട്ടിന്റെ മകള് ആര്? കാക്ക അല്ലേ? അപ്പോ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴിയാണ്. അതായത് അതിരാവിലെ ഉയർന്നിട്ട് കാക്ക ഇങ്ങനെ കരയാൻ തുടങ്ങും അല്ലെ? പിന്നെന്താ പറഞ്ഞേ? ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ. ചീത്തകൾ കൊത്തി വലിക്കും അല്ലെ? കൊത്തിവലിച്ച് ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ളവളാക്കി നമ്മുടെ പരിസരമൊക്കെ ഏറ്റവും വൃത്തി വെടിപ്പുള്ളതായിട്ട് ആക്കുമാരി കാക്ക എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിയുമ്പോൾ. എങ്ങനെയാ? സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണമെന്ന് അറിയുന്നവളാണ് അവൾ എന്നാ പറഞ്ഞത് അല്ലെ? നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് സ്നേഹിക്കുന്നത് അല്ലെ? നമുക്ക് എന്തെങ്കിലും മോശമൊക്കെ ചെയ്യുന്നുണ്ടാവും കാക്ക, എന്നാലും പരിസരമൊക്കെ വൃത്തിയാക്കി നമ്മുടെ ശുചിത്വം ഏറെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ആര്? കാക്ക. പിന്നെന്താ പറഞ്ഞേ? പൊന്നു പുലരി ഉണർന്നെണീറ്റ് ചെന്നു കിഴക്ക് തീ പൂട്ടിടുമ്പോൾ, കാളുന്ന വാനത്തു നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ അല്ലെ? പൊന്നു പുലരിയിൽ ഉണർന്നെഴുന്നേറ്റു. രാവിലെ അതിരാവിലെ കിളികളും കാക്കകളും ഒക്കെ എഴുന്നേക്കും. അവരെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും നമ്മള് എഴുന്നേക്കുക. അതാ പറഞ്ഞ പൊന്നു പുലരി ഉണർന്നേറ്റ് ചെന്ന് കിഴക്ക് തീ പൂട്ടിടുമ്പോൾ. പിന്നെന്താ പറഞ്ഞേ? കാളുന്ന വാനത്ത് നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ, എന്താ പറഞ്ഞ? കാളുന്ന വാനത്ത് നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ, മുത്തക്കും അത്താഴ മറ്റുവാനിൽ മുറ്റത്ത് ചിന്നി അടിഞ്ഞിടുമ്പോൾ, കേൾക്കാം പുളിമരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം അല്ലെ? രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കാക്ക എന്ത് ചെയ്യും? കരയും.
അതാ പറഞ്ഞ താരനാദം. കാക്കയുടെ കരച്ചിലിന് താരനാദമായിട്ടാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. പിന്നെന്താ പറഞ്ഞ അത്താഴവറ്റ്. വാനിൽ മുറ്റത്ത് ചിന്നിയടിഞ്ഞത് എന്താണ്? അത്താഴവറ്റാണ്. ഒരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ. വാനിൽ മുറ്റത്ത് ചിന്നിയടിഞ്ഞത് എന്ത്? അത്താഴവറ്റ്. പിന്നെന്താ പറഞ്ഞേ? അപ്പൊ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്ന ആളാണെന്ന് പറഞ്ഞു. പൊതുപുലരിയിൽ ഉയർന്നെഴുന്നേറ്റ് കിഴക്കുണരുമ്പോൾ കാണുന്ന മാനത്ത് നാളികേരപ്പൂക്കൾ എന്ന് വാടിക്കിടക്കുമ്പോൾ എന്ത് ചെയ്യും? ചിന്നി അടിഞ്ഞിടുമ്പോൾ പുളിമരക്കൊമ്പിൽ നിന്ന് കാക്കയുടെ താരനാഥ, അതായത് കാക്ക കരയുന്നത് കേൾക്കാം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അത്ര നമുക്ക് മതി. ഇപ്പോ 1 മിനിറ്റേ ഉള്ളൂ. ഒന്ന് അവിടം വരെ ഒന്നുകൂടി വായിക്കാം. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ. പൊന്നു പുലരി ഉണർന്നെണീറ്റ് ചെന്നു കിഴക്ക് തീ പൂട്ടിടുമ്പോൾ, കാണുന്ന വാനത്തു നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ, മുത്തക്കുമത്താഴ വറ്റുവാനിൽ മുറ്റത്ത്